കർത്താവ് എൻ്റെ ഹൃദയത്തിൽ നൽകിയ ഒരാലോചന ഓർപ്പിച്ച് ഇരിക്കണം എന്നാഗ്രഹിക്കുകയാണ്. ഈ 19-ാം സങ്കീർത്തനത്തിൻ്റെ 12-13 വാക്യങ്ങൾ ഒന്ന് വായിക്കണമേ. പ്രൈസ് ദി ലോർഡ്. എന്നാൽ ഞാൻ നിഷ്കളങ്കനും മഹാപാതകരഹിതനുമായിരിക്കും. ദൈവത്തിൻ്റെ ദാസനായ ദാവീദ് നിഷ്കളങ്കനാകുവാൻ തക്കവണ്ണം കൊതിക്കുന്നു. മഹാപാപരഹിതനായി ദൈവസന്നിധിയിൽ തൻ്റെ പ്രാഗൽഭ്യം നിലനിർത്തുവാൻ തക്കവണ്ണം വ്യഗ്രതയോടെ ഏറെ ആഗ്രഹിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. എങ്ങനെ എനിക്ക് നിഷ്കളങ്കനാകാം? എങ്ങനെ ദൈവം മുമ്പാകെ മഹാപാതകരഹിതനായി തീരാൻ സാധിക്കും? നമ്മൾ 12-ാം വാക്യം നമ്മൾ വായിച്ചു. തൻ്റെ തെറ്റുകളെ ഗ്രഹിക്കുന്നവനാർ. അവിടെ ഒരു ക്വസ്റ്റ്യൻ മാർക്കുണ്ട്. തൻ്റെ തെറ്റുകളെ ഗ്രഹിക്കുന്നവനാർ. മറഞ്ഞിരിക്കുന്ന തെറ്റുകളെ പോക്കി എന്നെ മോചിക്കണമേ. ഞാൻ ബന്ധനസ്ഥന, വിടുതലിന് വേണ്ടി ഞാൻ ഏറെ ആഗ്രഹിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. എന്നാൽ സ്വമേധ പാപങ്ങളെ അകറ്റി അടിയനെ കാക്കണമേ. മറഞ്ഞിരിക്കുന്ന തെറ്റുകളെ പോക്കി എന്നെ മോചിപ്പിക്കണമേ. സ്തോത്രം. മോചിക്കണമേ. ഹല്ലേലൂയ. തെറ്റുകളെ ഗ്രഹിക്കുന്നവനാർ. മറഞ്ഞിരിക്കുന്ന തെറ്റുകളെ കണ്ടുകൊണ്ട് അതിൽ നിന്ന് മോചിതമായി തീരുവാൻ തക്കവണ്ണം കഴിയുക. നമ്മൾ ആരാധനയിൽ സംബന്ധിക്കുമ്പോൾ, പാട്ടുകൾ പാടുമ്പോൾ, പ്രാർത്ഥിക്കുമ്പോൾ, സർവോപരി ദൈവവചനം ധ്യാനിക്കുമ്പോൾ അതിൽ നിന്ന് ഉരുത്തിരിയേണ്ട ഫലം, അതിൻ്റെ ഫ്രൂട്ട്സ് എന്നത് ചോദിച്ചാൽ ജീവിതത്തിൽ വന്നു ഭവിച്ചിരിക്കുന്ന കുറവുകൾ വ്യക്തമായി ഒരു ചിത്രത്തിൽ ദർശിക്കുന്നത് പോലെ കാണുവാൻ കഴിയുക. അത് നിമിത്തം കുറ്റബോധം ഉണ്ടാകുക. അനുദപിക്കേണ്ട പോലെ അനുദപിക്കാൻ കഴിയുക. ഏറ്റുപറയേണ്ട പോലെ ഏറ്റുപറയാൻ കഴിയുക. മറഞ്ഞിരിക്കുന്ന തെറ്റുകളെ കണ്ടെത്തി ഏറ്റുപറഞ്ഞ് ഉപേക്ഷിച്ച് ദൈവത്തോടും മനുഷ്യരോടും ക്ഷമാപണം പ്രാപിച്ച് ഒരു ശുദ്ധീകരിക്കപ്പെട്ട അവസ്ഥയിൽ എത്തിച്ചേരുക. ഇതാണ് ആരാധന കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ദൈവത്തിന് സ്തോത്രം. നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദമുള്ള യാഗമായി സമർപ്പിക്കുക. ആ യാഗപീഠത്തെ മേൽ കത്തേണ്ടത് കത്തുക, കത്തിച്ചാമ്പലാകുക. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. ഒരു കൂട്ടർ ചിന്തിക്കുന്നു, പാപിയും ദോഷിയുമായിരുന്ന സാഹചര്യത്തിൽ കാൽവറിയിൽ കർത്താവായ യേശു ക്രിസ്തു യാഗമായി തീർന്നു. അവൻ്റെ പുണ്യാഗ രക്തത്താൽ ഞാൻ ശുദ്ധീകരണം പ്രാപിച്ചിരിക്കുന്നു. എപ്പോഴും എന്നെ അനുദപിക്കാനാ, എപ്പോഴും എന്നെ ആ കുറ്റം ഏറ്റു പറയാനാ. പുതിയ നിയമത്തിൽ അങ്ങനെ വാക്യമുണ്ടോ? അപ്പോസ്തലനായ പൗലൂസ് അത് സംബന്ധിച്ച് എന്തുവാ പറയുന്നത്? പൗലൂസിന്റെ വാക്കുകൾ നമുക്ക് 100% ഏറ്റെടുത്തേ മതിയാവും. സ്തോത്രം. 1 Corinthians chapter 4 verse 4 നോക്കി. 1 Corinthians chapter 4 verse 4. എനിക്ക് യാതൊരു കുറ്റത്തെക്കുറിച്ചും ബോധമില്ലെങ്കിലും അതിനാൽ ഞാൻ നീതിമാൻ എന്ന് വരികയില്ല. എന്നെ വിധിക്കുന്നത് കർത്താവാകുന്നു. ആമേൻ. എനിക്ക് ഞാൻ ചിന്തിക്കുമ്പോൾ ഒരു കുറ്റത്തെക്കുറിച്ചും എനിക്ക് ബോധം കിട്ടുന്നില്ല. പക്ഷെ അതിനാൽ ഞാൻ നീതിമാനെന്ന് വരികയില്ല. പ്രൈസ് ദി ലോർഡ്. എന്നെ വിധിക്കുന്നത് കർത്താവാകുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവസന്നിധിയിൽ സ്തോത്രം. നിരപ്പ് പ്രാപിപ്പാൻ തക്കവണ്ണം വ്യഗ്രതയോടെ ആഞ്ഞ് പരിശ്രമിക്കുന്നവനായ ഈ സങ്കീർത്തനക്കാരൻ ദൈവത്തിന് സ്തോത്രം. തനിക്ക് നിഷ്കളങ്കതയിൽ എത്തിച്ചേരണം, ഒരു നിർമ്മല മനസാക്ഷിയിൽ എത്തിച്ചേരണം. ഞാൻ പാടും, ഞാൻ പ്രാർത്ഥിക്കും, ഞാൻ ആരാധിക്കും, ഞാൻ ശ്രദ്ധയോടെ ദൈവദിനം കേൾക്കും
എൻ്റെ ജീവിതത്തിലെ കുറവുകൾ കാണാൻ വേണ്ടിയുള്ള ആഗ്രഹം, അവ ഏറ്റുപറയാൻ വേണ്ടി. എങ്കിലേ വിടുതലുള്ളൂ. എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മളൊരു കാര്യം മനസ്സിലാക്കണം. ഈ ആരാധിക്കേണ്ടത് എങ്ങനെയെന്ന് ചോദിച്ചാൽ, പൗലോസ് ഒരിക്കൽ പറയുന്നുണ്ട് തീമോത്തിയോസിനോട്, തീമോത്തിയോസേ, ഞാൻ ആരാധിക്കുന്നത് പൂർവന്മാരുടെ ദൃഷ്ടാന്തപ്രകാരമാണ്. എങ്ങനെയാ പൂർവന്മാരുടെ ദൃഷ്ടാന്തം? ഒന്ന് വായിച്ചേ. 2 തീമോത്തിയോസ് അതിൻ്റെ 1-ാം അധ്യായം 4-ാം വാക്യം. 2 Timotheus chapter 1 verse 4. ഞാൻ പൂർവന്മാരുടെ ദൃഷ്ടാന്തം അനുസരിച്ച് നിർമ്മല മനസാക്ഷിയോടെ ആരാധിക്കുന്ന ദൈവത്തിന് നിന്റെ നിർവ്യാജ വിശ്വാസത്തിന്റെ ഓർമ്മ നിമിത്തം സ്തോത്രം ചെയ്യുന്നു. Praise the Lord. തീമോത്തിയോസേ, ഞാൻ പൂർവന്മാരുടെ ദൃഷ്ടാന്തം അനുസരിച്ച് എങ്ങനെ നിർമ്മല മനസാക്ഷിയോടെ ആരാധിക്കുന്ന എൻ്റെ ദൈവത്തിന് നിന്റെ നിർവ്യാജ വിശ്വാസത്തിൻ്റെ ഓർമ്മ നിമിത്തം ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഞാൻ ആരാധിക്കുന്നത് പൂർവന്മാരുടെ ദൃഷ്ടാന്തപ്രകാരമാണ്. അതെങ്ങനെയായിരുന്നു? നിർമ്മല മനസാക്ഷിയോടെ ഞാൻ ആരാധിക്കുന്നു. പൗലോസിനൊരു സാക്ഷ്യമുണ്ട്. നിർമ്മല മനസാക്ഷിയോടെ പൂർവന്മാരുടെ ദൃഷ്ടാന്തപ്രകാരമാണ് താൻ ആരാധിക്കുന്നത്. നമുക്ക് പൗലോസിനോട് ചോദിക്കാം, പൗലോസേ, ഈ ആരാധിക്കുന്നതിന് മനസാക്ഷിയുടെ ശുദ്ധീകരണം, നിർമ്മല മനസാക്ഷി ഇത്രമാത്രം ആവശ്യമാണോ? പാട്ടും പ്രാർത്ഥനയും സങ്കീർത്തനം വായനയും പ്രസംഗവും കർത്തൃമേശയൊക്കെ പോരെ? ഇത്തരത്തോളം ഈ നിർമ്മല മനസാക്ഷി ആരാധനയ്ക്ക് അടിയന്തരമായ അത്യാവശ്യമാണോ? തിരുവെഴുത്തിൽ എന്താ പറയുന്നത്? എബ്രായ ലേഖനം എടുക്കാം, 9-ാം അധ്യായം 13-14 വാക്യം വായിച്ച്. ആട്ടുകൊറ്റന്മാരുടെയും കാളകളുടെയും രക്തവും മലിനപ്പെട്ടവരുടെ മേൽ തളിക്കുന്ന പശുഭസ്മവും ജഡീക ശുദ്ധി വരുത്തുന്നുവെങ്കിൽ നിത്യാത്മാവിനാൽ ദൈവത്തിനു തന്നെത്താൻ നിഷ്കളങ്കനായി അർപ്പിച്ച ക്രിസ്തുവിന്റെ രക്തം ജീവനുള്ള ദൈവത്തെ ആരാധിപ്പാൻ നിങ്ങളുടെ മനസാക്ഷിയെ നിർജീവ പ്രവൃത്തികളെ പോക്കി എത്രയധികം ശുദ്ധീകരിക്കും. ജീവനുള്ള ദൈവത്തെ ആരാധിപ്പാൻ, അങ്ങനെ എഴുതിയിരിക്കുന്നത് പച്ച മലയാളത്തിൽ. ജീവനുള്ള ദൈവത്തെ ആരാധിപ്പാൻ നിങ്ങളുടെ മനസാക്ഷിയുടെ നിർജീവ പ്രവൃത്തികളെ പോക്കി എത്രയധികം ശുദ്ധീകരിക്കും. അപ്പൊ ജീവനുള്ള ദൈവത്തെ ആരാധിക്കണമെങ്കിൽ എന്ത് വേണം? മനസാക്ഷിയുടെ നിർജീവ പ്രവൃത്തികളെ പോക്കി ശുദ്ധീകരണം. അതിനെന്താണ് ആവശ്യം? കുഞ്ഞാടിന്റെ വിലയേറിയ രക്തം. ഹല്ലേലൂയ! അറുക്കപ്പെട്ട കുഞ്ഞാടിന് വിലയേറിയ രക്തം. ആ രക്തത്താലുള്ള ശുദ്ധീകരണം അതെങ്ങനെ കിട്ടുന്നു? അത് ഏറ്റുപറച്ചിലിനാൽ, അത് അനുതാപത്താൽ, അത് കണ്ണുനീരിനാൽ, അത് നിലവിളിയാൽ, പ്രൈസ് ദി ലോർഡ്, അത് പശ്ചാത്താപത്താൽ. അതിന് പറയുന്ന പേരാ ഇംഗ്ലീഷിൽ റിപ്പൻറ്റൻസ്, അല്ലേ? ശരിയാവണ്ണമുള്ള മാനസാന്തരം. പ്രൈസ് ദി ലോർഡ്. ആരാധന കഴിഞ്ഞേച്ച് പോകുമ്പോൾ വന്നതുപോലെയല്ല, കുറെ മാനസാന്തരപ്പെട്ടേച്ച് വേണം പോകാൻ. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഹല്ലേലൂയ! സ്തോത്രം, 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 സ്തോത്രം. അപ്പോസ്തലനായ പൗലോസ് തീമോത്തിയോസിനോട് പറയുന്നുണ്ട്, തീമോത്തിയോസേ, ചിലരെ തങ്ങളുടെ നല്ല മനസാക്ഷി തള്ളിക്കളഞ്ഞിട്ട് അവർക്ക് സംഭവിച്ചത് എന്താണെന്നറിയാമോ? അവരുടെ വിശ്വാസ കപ്പൽ തകർന്നു പോയെന്ന്. അങ്ങനൊരു വാക്യമുണ്ട് കേട്ടോ, അങ്ങനൊരു വാക്യമുണ്ട്. അതെവിടാ? 1 തീമോത്തിയോസ് അല്ലേ, 1:19. 1 തീമോത്തിയോസ് chapter 1 verse 19. ചിലർ നല്ല മനസാക്ഷി തള്ളിക്കളഞ്ഞിട്ട് അവരുടെ വിശ്വാസ കപ്പൽ തകർന്നു പോയി. ഹുമനയോസും അലക്സാണ്ടറും ഈ കൂട്ടത്തിലുള്ളവർ ആകുന്നു. എല്ലാവരുടെയും പേരൊന്നും പൗലോസ് എടുത്ത് പറയുന്നില്ല, മോശമല്ലേ? പക്ഷെ മോശമാണേലും തിരക്കേടില്ല, 2 പേര് ഇരിക്കട്ടെ. ഹുമനയോസും അലക്സാണ്ടറും. അവരുടെ നല്ല മനസാക്ഷി പോയി. എന്നിട്ട് അവർ ദൂഷണം പറയാതിരിക്കാൻ അവർ നല്ല മനസാക്ഷി തള്ളിക്കളഞ്ഞു. അവരുടെ വിശ്വാസ കപ്പൽ തകർന്നു പോയി. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഞാൻ ചിന്തിക്കുകയായിരുന്നേ, സ്തോത്രം. അവിടെ ഇവിടെ വലിയ കുഴപ്പമൊന്നുമില്ല. ഈ പ്രൈസ് ദി ലോർഡ്, ദൈവമക്കൾ ഒന്നിച്ച് കൂടുമ്പോൾ, ഹല്ലേലൂയ,
നമ്മളെല്ലാവരും അവരുടെ ബാഹ്യമായിട്ടുള്ള രൂപങ്ങളൊക്കെ കണ്ട് ആളുകളെ മനസ്സിലാക്കുന്നു. ഒരാളുടെ മുഖത്ത് നോക്കിയാണ് നമ്മൾ പേര് വിളിക്കുന്നത്. കാരണം മുഖത്ത് നോക്കുമ്പോൾ ആളിനെ നമ്മൾ തിരിച്ചറിയുന്നു. പക്ഷെ നമ്മൾ ഈ മുഖത്ത് നോക്കുമ്പോൾ ആളിനെ തിരിച്ചറിയുന്ന പോലെ പരസ്പരം ഹൃദയം വ്യക്തമായിട്ട് അന്യോന്യം കാണാൻ കഴിയുകയായിരുന്നേലത്തെ അവസ്ഥ എന്താണെന്ന് ഞാൻ പലപ്പോഴും ചിന്തിച്ചു. ദൈവം ഉടയ തമ്പുരാൻ്റെ വലിയ കരുണ. ഫേസ് ടു ഫേസ് നോക്കി ആളുകളെ നമുക്ക് തിരിച്ചറിയാൻ അത്രയുള്ള അനുവാദം ദൈവം കൂടും. അവിടം വരെ നീ വരാവുള്ളൂ. മുഖം നോക്കി ആണ് നീ തിരിച്ചറിഞ്ഞു, കുഴപ്പമില്ല. അതിനപ്പുറത്തോട് കയറരുത്. തമ്പുരാനെ ഇവിടെ അപായം നടക്കുമായിരുന്നു. എല്ലാവരുടെ ഹൃദയം ഇങ്ങനെ വ്യക്തമായിട്ട് നിൽക്കുക. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഹൃദയം ഹല്ലേലൂയ കണ്ടാലും ദൈവസന്നിധിയിൽ എനിക്ക് എൻ്റെ പ്രാഗൽഭ്യം ഉണ്ടെന്ന് പൗലോസ് പറയുന്നുണ്ട്. എന്നിട്ട് ബാക്കി സമയക്കുറവുകൊണ്ട് ഞാൻ എടുക്കുന്നില്ല. സ്തോത്രം. ഞാൻ ആരെയും ജഡപ്രകാരം അറിയുന്നില്ല. പൗലോസ് പറയുക, അവൻ്റെ വിദ്യാഭ്യാസ യോഗ്യത നോക്കി, അവൻ്റെ സൗന്ദര്യം നോക്കി, ആരോഗ്യം നോക്കി, കുടുംബശ്രേഷ്ഠം നോക്കി, സ്വാധീനം നോക്കി, ഞാൻ ആരെയും ജഡപ്രകാരം അറിയുന്നില്ല. ഞാൻ ജഡപ്രകാരം അറിയുന്നില്ല. പിന്നെയോ ആത്മാവിൽ, സ്തോത്രം, ഞാൻ ക്രിസ്തു നിമിത്തമാണ് ഓരോരുത്തരെയും അറിയുന്നത്. ക്രിസ്തുവിലൂടെയാണ് ഞാൻ അറിയുന്നത്. യേശു ക്രിസ്തുവിനെ ജഡപ്രകാരം, താഴെ എഴുതിയിരിക്കുക, ക്രിസ്തുവിനെ ഞാൻ ജഡപ്രകാരം അറിഞ്ഞുവെങ്കിൽ എനിക്ക് അബദ്ധം പറ്റിപ്പോയി. പൗലോസ് പറയുക, യേശു ക്രിസ്തുവിനെ പോലും ഞാൻ ജഡപ്രകാരം അറിയുന്നില്ലെന്ന് അവിടെ എഴുതിയിരിക്കുന്നത്. എന്നെ അത് വളരെ ചിന്തിപ്പിച്ചു. പൗലോസ് ക്രിസ്തുവിനെ എങ്ങനെ ജഡപ്രകാരം അറിയരുതോ? ഇല്ല, ക്രിസ്തുവിനെയും ഞാൻ ജഡപ്രകാരം അറിയുന്നില്ലെന്ന്. എന്തൊരു ഭയങ്കര അല്ലേ! ദൈവത്തിന് സ്തോത്രം. പ്രിയരെ, ആത്മാവിൽ അറിയുവാൻ തക്കവണ്ണം, എന്ന് വെച്ചാൽ ക്രിസ്തുവിനോട് അറിയുവാൻ തക്കവണ്ണം എനിക്ക് നിങ്ങൾക്കും ഇടയായി തീരട്ടെ. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. സ്തോത്രം. പിന്നെ പൗലോസ് പറയുന്നുണ്ട്, 2 Corinthians 1:12 നമ്മൾ പലപ്പോഴും വായിച്ചിട്ടുള്ളതാണ്. 2 Corinthians chapter 1:12 വായിച്ചിട്ടുള്ളതാണ്. ഞങ്ങൾ ലോകത്തിൽ വിശേഷാൽ, വായിക്കാവോ? ഞങ്ങൾ ലോകത്തിൽ വിശേഷാൽ നിങ്ങളോട് ജഡജ്ഞാനത്തിലല്ല, ദൈവകൃപയിൽ അത്രേ ദൈവം നൽകുന്ന വിശുദ്ധിയിലും നിർമ്മലതയിലും പെരുമാറിയിരിക്കുന്നുവെന്ന് ഞങ്ങളുടെ മനസ്സാക്ഷിയുടെ സാക്ഷ്യം തന്നെ ഞങ്ങളുടെ പ്രശംസ. ഹല്ലേലൂയ. ഞങ്ങൾ ലോകത്തിൽ വിശേഷാൽ നിങ്ങളോട്, ജഡജ്ഞാനത്തിലല്ല എന്ന് പറഞ്ഞാൽ സൈക്കോളജിക്കലായിട്ടാണ് പലപ്പോഴും പലരും ഇടപെടുന്നത്. ഈ നന്നായിട്ട് സൈക്കോളജി പഠിച്ചാൽ നമുക്ക് ഒത്തിരി അഭിനയിക്കാൻ കഴിയും. പ്രൈസ് ദി ലോർഡ്. ജഡജ്ഞാനത്തിലല്ല, പിന്നെ ദൈവകൃപയിലാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവം നൽകുന്ന വിശുദ്ധിയിലും നിർമ്മലതയിലും പെരുമാറിയിരിക്കുന്നു എന്നുള്ള മനസാക്ഷിയുടെ സാക്ഷ്യം എൻ്റെ പ്രശംസ. ദൈവത്തിന് നീയോട് സ്തോത്രം. യേശു ക്രിസ്തുവിൻ്റെ ക്രൂശിലെ ഞാൻ പ്രശംസിക്കുള്ളെന്ന് മസിൽ പിടിച്ച ആളാണ് പൗലോസ്. ക്രിസ്തുവിൻ്റെ ക്രൂശിൽ മാത്രമേ എനിക്ക് പ്രശംസിപ്പാൻ ഇടയാവുള്ളൂ. പക്ഷേ ഇവിടെ പറയുക, സോറി, എനിക്കൊരു കാര്യത്തിനോട് പ്രശംസിക്കണം. ഞാൻ സകല മനുഷ്യരോടും നീതിയോടും വിശുദ്ധിയോടും പെരുമാറിയിരിക്കുന്നുള്ള എൻ്റെ മനസാക്ഷിയുടെ സാക്ഷി. അതെന്നാ വിലപ്പെട്ടതാണെന്നറിയാം. ഈ ഇയ്യോബിന് വലിയ കഷ്ടങ്ങളും വേദനകളും വന്നു. അവസാനം താൻ നിലത്ത് കിടന്ന് ഉരുണ്ട് ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനയുണ്ട്. 31 അധ്യായം യോബ്. അപ്പോൾ അതിൻ്റെ 5-ാം വാക്യം, കാൽ വഞ്ചനയ്ക്ക് ഓടിയെങ്കിൽ, ഞാൻ കപടത്തിൽ നടന്നിരുന്നുവെങ്കിൽ, എൻ്റെ കാൽ വഞ്ചനയ്ക്ക് ഓടിയിരുന്നെങ്കിൽ, ദൈവം എൻ്റെ പരമാർത്ഥത അറിയേണ്ടതിന് ഒത്ത ത്രാസിൽ എന്നെ തൂക്കി നോക്കുമാറാകട്ടെ. എൻ്റെ ദൈവമേ, ആ ത്രാസ് കൊണ്ട് ഇങ്ങോട്ടൊന്ന് വരണം. കറക്റ്റായിട്ട് ഉത്തരം പറയുന്ന, സത്യം പറയുന്ന ത്രാസും കൊണ്ട് എന്നെ മൊത്തത്തിലുള്ള വെയിറ്റ് എടുക്കാനല്ല, പിന്നെ എൻ്റെ മനസാക്ഷി തൂക്കാൻ വേണ്ടി, എൻ്റെ പരമാർത്ഥത തൂക്കാൻ വേണ്ടി. അങ്ങനെയാ. അതേത് ഗ്രീക്കിലും ഹീബ്രുവിലും ഒക്കെ വായിച്ചവരും അങ്ങനെ തന്നെയാണ്. എൻ്റെ പരമാർത്ഥത തൂക്കാൻ വേണ്ടി
ആ ത്രാസയിൽ എന്നെ ഒന്ന് തൂക്കണേ. ഓ, യോബിനറിയാം നിർമ്മല ഹൃദയമുള്ളവർക്ക് യഹോവ നല്ലവനാകുന്നു നിശ്ചയം. ദൈവത്തിന് സ്തോത്രം. നിർമ്മല ഹൃദയമുള്ളവർക്ക് യഹോവ നല്ലവനാകുന്നു നിശ്ചയം. ഞാൻ ഇതിനു മുമ്പ് പറഞ്ഞിട്ടുണ്ട്, എങ്കിലും സോറി പറഞ്ഞുകൊണ്ട് ഞാൻ ഒരു വാക്യം ഒന്ന് ആവർത്തിക്കുക. കാരണം ഞാൻ പോയിടത്ത് പലയിടത്തും പറഞ്ഞിട്ടുള്ളൊരു വാക്യമാണ്. എൻ്റെ ബൈബിളിൽ കടലാസ് കീറാറാകുന്ന പോലെ ഞാൻ ഒരു പ്രാവശ്യം വരച്ചാൽ പോലും ഒരു വാക്യം പിന്നെ ഞാൻ അടി വരച്ചിരിക്കുക. അത്ര എന്നെ ശക്തിപ്പെടുത്തുന്ന ഇതുപോലെ വേറൊരു വാക്യമുണ്ടോ എന്ന് സംശയം. ഈ യോബ് ദൈവത്തോട് പറയും, ദൈവമേ, എൻ്റെ ആടുമാടുകളും കൃഷിസമ്പത്തുകളും മക്കളും എല്ലാം നഷ്ടപ്പെട്ടു. ഉടതുണിക്ക് മറുതുണി ഇല്ലാത്ത അവസ്ഥ എന്നൊരു പറച്ചിലുണ്ട്. അതുപോലെ ഞാൻ ഒന്നുമില്ലാത്തവരായി തീർന്നു. എൻ്റെ ദൈവമേ, നീ രക്ഷിക്കണം. ഞാനാ പ്രാർത്ഥിക്കുന്നത്, നിനക്കെന്നെ അറിയാമല്ലോ. നീ എന്നെക്കുറിച്ച് പറഞ്ഞു, നീതിമാനാണ്, നിഷ്കളങ്കനാണ്, ദോഷം വിട്ടകുന്നവനാണ്. സ്തോത്രം. ഞാനാ പ്രാർത്ഥിക്കുന്നത് എന്ന് ഇതാ എൻ്റെ ഒപ്പം. അങ്ങനെ യോബ് പ്രാർത്ഥിക്കുന്നു. ഞാനാ പ്രാർത്ഥിക്കുന്നത് കേട്ടോ ദൈവമേ, ഇതാ എൻ്റെ ഒപ്പം. പരമാർത്ഥത അറിയേണ്ടത് തൂക്കണമെന്ന് പ്രാർത്ഥിച്ച അധ്യായത്തിൻ്റെ അവസാനം പ്രാർത്ഥിക്കുന്നത്, എൻ്റെ ഒപ്പിതാ. ഇങ്ങനെ ഒപ്പിട്ട് പ്രാർത്ഥിക്കാനുള്ള പ്രാഗൽഭ്യവും തൻ്റെടും ഭയങ്കരമാണ്. ഞാൻ ഇംഗ്ലീഷ് ബൈബിളിനകത്ത് നോക്കിയപ്പോൾ ഇത് ഇങ്ങനെ തന്നെയാണോ, അതോ ഇനി വേറെ നമ്മളിങ്ങനെ കൂടുതൽ പഠിക്കുമ്പം അർത്ഥവ്യത്യാസം വരുമോ? ഇല്ല, ഹാൻഡ് സിഗ്നേച്ചർ തന്നെയാണ് അതിനകത്ത് കണ്ടത്. ഹാൻഡ് സിഗ്നേച്ചർ, കയ്യൊപ്പ്. 31:35 വായിച്ചു. ഉണ്ടായിരുന്നുവെങ്കിൽ കൊള്ളായിരുന്നു, ഇതാ എൻ്റെ ഒപ്പ്, സർവശക്തൻ എനിക്ക് ഉത്തരം നൽകുമാറാകട്ടെ. ഞാൻ എന്തെങ്കിലും അതിനെപ്പറ്റി പറഞ്ഞു? ഇതാ എൻ്റെ ഒപ്പ്, സർവശക്തൻ ഉത്തരം നൽകട്ടെ. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. എൻ്റെ പ്രിയപ്പെട്ടവരെ, പ്രാഗൽഭ്യത്തിന് വേണ്ടി കൊതിക്കുന്ന മനോഭാവം നമുക്കുണ്ടായിരിക്കണം. പോകുന്ന വഴിക്കും നടക്കുന്ന വഴിക്കും ജോലി ചെയ്യുമ്പോഴും ഡ്രൈവ് ചെയ്യുമ്പോഴും എല്ലാം പ്രാഗൽഭ്യം. അത് നമ്മൾ ഈ വായിച്ച സങ്കീർത്തനത്തിലുണ്ട്. വ്യസനത്തിലുള്ള മാർഗം എന്നിലുണ്ടോ എന്ന് നോക്കി. വ്യസനകരമായ ഒരു സംഭവം ജീവിതത്തിൽ നേരിടാതിരിക്കാൻ വ്യസനത്തിലുള്ള മാർഗം എന്നിലുണ്ടോ എന്ന് നോക്കി ശാശ്വതമായ നടത്തും. പ്രൈസ് ദി ലോർഡ്. എൻ്റെ കർത്താവിനോട് കൂടുതൽ അടുക്കാൻ നമുക്കിടയാകട്ടെ. കർത്താവിനെ ഏറെ സ്നേഹിപ്പാനും ആ തിരുസന്നിധിയിൽ മുട്ടുകുത്തുവാനും ഹൃദയം നിർമ്മലതയോടെ പകരുവാനും ദൈവം നമുക്ക് കൃപ നൽകട്ടെ. എല്ലാവരും കൈ കൊടുത്ത് ദൈവത്തെ സ്തുതിച്ചാട്ടെ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. താങ്ക് യു.